ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എ കയ്യേറിയെന്ന് കണ്ടെത്തിയ 50 സെന്റ് ഭൂമി തിരിച്ചുപിടിക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി. ലാൻഡ് റവന്യൂ തഹസീൽദാറുടെ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും തുടർ നടപടി. ചിന്നക്കനാലിൽ ഭൂനിയമം ലംഘിച്ച് റിസോർട്ട് പണിതു എന്ന നിലയിൽ പറയുന്നു. നോ, ഞാൻ പറയുന്നത് ഞങ്ങൾ 3 വർഷം മുമ്പ് ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇതിന്റെ അകത്ത് എന്തുണ്ടായിരുന്നോ ആ ബിൽഡിംഗ്സ് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ഹോം സ്റ്റേയുടെ പെർമിഷൻ എടുത്ത് ഇതൊരു ടൂറിസം ഫെസിലിറ്റിയായി ഉപയോഗിക്കുന്നതിന് നിയമപരമായ ഒരു തടസ്സവും നിലവിലെ നിയമത്തിലില്ല. ഞങ്ങളത് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, കുഴൽനാടൻ ഏതെങ്കിലും രൂപത്തിൽ ഈ കാര്യത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് റവന്യൂ വകുപ്പിന്റെ തുടർ നടപടികൾ? വേണു അല്പസമയത്തിനകം മാത്യു കുഴൽനാടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തും, വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുള്ള കയ്യേറ്റവും തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായെങ്കിൽ നേരത്തെ 2 തവണ ക്രയവിക്രയം നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത എന്ത് കയ്യേറ്റമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭൂമി സർക്കാരിന് തിരിച്ചുപിടിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ഇന്നലെ ലാൻഡ് റവന്യൂ തഹസിൽദാർ 50 സെന്റ് മാത്യു കുഴൽനാടൻ കയ്യേറിയെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നടപടി വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകുകയാണ്. അതിനുശേഷം ഹിയറിംഗ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കേസുമായി മുന്നോട്ട് പോകുക. ഒരു വലിയ പ്രോസസ്സാണ്. പക്ഷേ സർക്കാർ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ റവന്യൂ വിഭാഗം വ്യക്തമാക്കുന്നത്, സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ്. മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരിച്ചു പിടിച്ച് അവിടെ സർക്കാർ ഒരു ബോർഡ് കുത്തുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടിയാണ്. കാരണം ഇത്രയും നാൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരണം മാത്യുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ സർക്കാർ ഭൂമി കയ്യേറി എന്നൊരു ബോർഡ് അവിടെ വന്നാൽ അത് പ്രതിരോധിക്കാൻ സർക്കാരിന്റെയും CPM-ന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണം അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ പ്രതിരോധിക്കാൻ മാത്യു നന്നായി വേർക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അല്പസമയത്തിനകം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം മാത്യു കുഴൽനാടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. വേണം. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.